മാസീവ് സക്സസ്, വൻ വിജയം. ഒരിരട്ടി രണ്ടിരട്ടി ഒന്നല്ല, അങ്ങനെ ഒരു കാര്യമല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് 1,00,000 ഇരട്ടി. അത് നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ആൾക്കാരെ. ഇപ്പോൾ പലരും അവരുടെ വിജയകഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഉണ്ടായിരുന്നില്ല, അതിനുശേഷം അവർ ലോകത്തിൻ്റെ നെറുകിലെത്തിയതെന്ന്. ആ ഒരു ഫോർമുല ഇത് തേടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം നൂറുകണക്കിന് പുസ്തകങ്ങളും ഏതാണ്ട് 10,000-ഓളം ആളുകളെ ഞാൻ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 600-ലധികം ട്രെയിനിങ്സ് നടത്തി. ഇതിൽ നിന്നൊക്കെ പരീക്ഷിച്ച് നിരീക്ഷിച്ചും പലപ്പോഴും പല ഉത്തരങ്ങളും കിട്ടി. എന്നാലും ഈ പറഞ്ഞ ഫോർമുല കിട്ടിയിട്ടില്ല. എന്തും സാധ്യമാകുന്ന ഫോർമുല ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പ്രധാനമായിട്ടും നിരീക്ഷിക്കാറ് GCCയിലുള്ള ദുബായിലും അബുദാബിയിലും ഖത്തറിലും സൗദിയിലൊക്കെ രാജകുമാരന്മാരില്ലേ, ഇവരൊക്കെ പരിശീലനത്തിലൂടെയാണ് ഈ ചങ്കൂറ്റം, ഈ ഊർജം, ഈ ആർജവം, ഈ ഭരണ നൈപുണ്യം നേടിയെടുത്തതെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ്സ് അത് എങ്ങനെ സാധ്യമാണ്? അതുപോലെ മാർക്ക് സക്കർബർഗ്, സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്, ചില പരിശീലനങ്ങളിലൂടെ പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണ്, ആ വൺ ഡേ, ആ ഒരു ദിവസം എങ്ങനെ സൃഷ്ടിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ 15 വർഷത്തിന് ശേഷം എനിക്കത് പറയാൻ പറ്റും. ഐ ഗോട്ട് ഇറ്റ്. അതിന് ഒരു ഡിമാൻഡുണ്ട്. എന്താണെന്നറിയോ? വലിയ സ്വപ്നങ്ങൾ വേണം, വലിയ സ്വപ്നങ്ങൾ. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ക്രിയേറ്റ് എ മാർക്ക്. ഞാനിവിടെ ജീവിച്ചു. അത് ചിലർക്ക് ബിസിനസ് സക്സസ് നേടണം, ചെറിയ സക്സസ് ഒന്നും പോരാ, വലിയ സക്സസ് നേടണം. പിന്നെ വേറെ ചിലരുണ്ട്, അവർക്ക് വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്കറിയില്ല എവിടെ നിന്നാണ് ഈ തടസ്സങ്ങൾ വരുന്നതെന്നറിയില്ല. മടി, നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നറിയില്ല, ഫോക്കസ് കിട്ടുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല, മടി വരികയാണ്. അല്ലെങ്കിൽ എവിടെ നിന്നറിയില്ല, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ തടസ്സങ്ങൾ എവിടെ നിന്നൊക്കെ വരികയാണ്. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിജയം പോരാ, വൻ വിജയം വേണം. അതിനുള്ള ആ ഫോർമുല എനിക്ക് കിട്ടണം, റൂട്ട് കിട്ടിയ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഇത്രയും കാലം ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ തരാം. ഒരു പേഴ്സണൽ മെൻറ്ററിങ്ങിലൂടെ ഒരു 3 മാസത്തിനുള്ളിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും മനസ്സിനെ ട്യൂൺ ചെയ്യണം. അതായത് എന്തും സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണം. പിന്നെ ക്ലാരിറ്റി കിട്ടണം. നമുക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് കാലത്ത് നമുക്ക് പരിചയമില്ലാത്ത ദൂരെ ബോംബെ പോലത്തെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ച് പോകണം അല്ലേ. പക്ഷേ എന്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് ഓണാക്കിയിട്ടാൽ പോലെ നമുക്ക് ക്ലിയർ റൂട്ട് മാപ്പ് കിട്ടൂലേ. എന്ന പോലെ AI നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയ രീതിയിൽ ക്ലിയർ റൂട്ട് മാപ്പ്. അതിന് AI ഉപയോഗിക്കാൻ അറിയണം. AI ഉപയോഗിക്കാൻ കഴിയാണ്ട് ഇനി ജീവിച്ചാലുണ്ടല്ലോ ജീവിതം നമ്മളെ പിടിച്ച് തള്ളിയിടും. അപ്പോൾ അത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇനി അറിവ് കിട്ടി, ഡയറക്ഷൻ കിട്ടി, പക്ഷെ അതുകൊണ്ട് ക്ലാരിറ്റി വരണ്ടേ, വല്ല സംശയങ്ങളുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഫോക്കസ് വേണ്ടേ, അല്ലെങ്കിൽ നമ്മളൊരു ശ്രദ്ധ ഒരു പ്രത്യേക പോയിന്റിൽ നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇനി ഇതെല്ലാം ഉണ്ടായി, ഊർജം വേണ്ടേ? ഇപ്പോൾ ഉള്ള ഊർജം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ എന്ത് വിജയം നേടിയാലും അത് നമ്മുടെ ഊർജത്തിൻ്റെ റിഫ്ലക്ഷനാണ്. നമുക്ക് ഇപ്പോൾ എത്രമാത്രം ഊർജ്ജമുണ്ട് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ സക്സസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജം കൂട്ടണോ? അതിനുമുള്ള വഴിയുണ്ടെന്നേ. വേണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഒരു 3 മാസം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഞാൻ കൃത്യമായി അനാലൈസ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അതിനുള്ള പരിശീലനങ്ങൾ നൽകി, ഈവൻ എന്ത് ഭക്ഷണം കഴിക്കണം ഭക്ഷണ റുട്ടീൻ വരെ നൽകി നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പാകത്തിൽ കൃത്യമായി നിങ്ങൾ തന്നെ പറയും, അപാരമായ എനർജി, അപാരമായ ഫോക്കസ്, അപാരമായ ക്ലാരിറ്റി. നേരത്തെ പറയല്ലേ ഈ GCC രാജകുമാരന്മാർക്ക് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. ലക്ഷ്യങ്ങളുണ്ടോ എങ്കിൽ നമ്മൾ സംസാരിക്കണം. നമ്പർ താഴെ നമ്പറിൽ വിളിച്ച് ഒരു സൂം സെഷൻ ബുക്ക് ചെയ്യേ. നമുക്ക് നേരിട്ട് നിങ്ങളുടെ വിഷനെക്കുറിച്ചൊന്ന് ക്ലാരിറ്റിയൊക്കെ വരുത്തി എന്നിട്ട് ഈ പറഞ്ഞ മാനസിക ശരീര ആത്മീയാവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്നൊരു സാധ്യത നിങ്ങളിൽ ഉണ്ടോ നമുക്കൊന്ന് അനാലൈസ് ചെയ്യാന്നേ. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിച്ചിട്ട് മുന്നോട്ട് പോകാന്നേ. അല്ലാണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിട്ട് ഈ സ്വപ്നങ്ങളൊന്നും നടപ്പിൽ വരുത്താൻ പറ്റാണ്ട് പ്രയാസപ്പെട്ട് മണ്ണടിയേണ്ട ജീവജാലമല്ല മനുഷ്യരെന്ന നമ്മുടെ ഉള്ളിലുണ്ടല്ലോ പവർ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 50 കൊല്ലം കൊണ്ട് മനുഷ്യർ വന്ന മാറ്റം എന്താണെന്ന് എനിക്കറിയാം. ഒരു 50 കൂടി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഇനി 5 കൊല്ലം മതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 50 കൊല്ലത്തെ മാറ്റത്തിന് ഒരു 500 കൊല്ലം കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഈ മനുഷ്യന്മാർ ഇവിടെ ചെയ്ത് കൂട്ടുന്നതൊക്കെ എന്ത് വെച്ചിട്ടാണെന്നറിയോ? നിങ്ങളുടെ തലയിൽ ഇപ്പം കിടക്കുന്ന ബ്രെയിനില്ലേ അത് വെച്ചിട്ടാ. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പറഞ്ഞ വലിയ സ്വപ്നമല്ലേ, അത് ഒരു കടല കുറിക്കണ പോലെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നടപ്പിൽ വരുത്താൻ കഴിയണമെങ്കിൽ ഇതിൻ്റെ മാനുവൽ കിട്ടണം. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണം. ആ മാനുവലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വച്ച് നീട്ടുന്നത്. അതെ, നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ഒരു സ്റ്റാറ്റസും ഒരു 1,00,000 ഇരട്ടി വളർച്ചയും ഈ ഒരു മാനുവൽ നിങ്ങളുടെ കൈ കിട്ടിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒരൊറ്റ കാര്യം മാത്രം മതി നിങ്ങൾക്ക് അവിടെ എത്താൻ. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ?
ഉണ്ടോ? ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കോൾ മീ, നമുക്ക് സംസാരിക്കാം.